വെൽക്കം ബാക്ക്. സോ ലിവറേജ് റേഷ്യോസിലെ രണ്ട് പ്രധാനപ്പെട്ട റേഷ്യോസ് സ്ട്രക്ചറൽ റേഷ്യോസ്, കവറേജ് റേഷ്യോസ്. അതിലെ ആദ്യത്തെ രണ്ട് റേഷ്യോസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും അതുപോലെ പ്രൊപ്രൈറ്ററി റേഷ്യോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് റേഷ്യോ. സോ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് റേഷ്യോ, ഈ റേഷ്യോയിൽ നമ്മൾ സോൾവൻസി റേഷ്യോ എന്നുള്ള ഷോർട്ട് ഫോമിലും പറയുന്നുണ്ട്. ഓക്കെ, ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് റേഷ്യോ എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനാണ് ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് മെഷേഴ്സ് ദ സോൾവൻസി ഓഫ് ദി ബിസിനസ്. ഓക്കെ, സോൾവൻസി റേഷ്യോ നമ്മൾ കോമൺ ആയിട്ട് ഈ ലിവറേജ് റേഷ്യോസിനെ പറയുന്ന ഒരു പേരാണ്. എങ്കിൽ കൂടിയും റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റിനെയും നമ്മൾ സോൾവൻസി റേഷ്യോ എന്നുള്ള പേരിൽ പറയുന്നുണ്ട്. സോ ഈ റേഷ്യോൻ്റെ റിസൾട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രൊപ്പോർഷനിലൂടെയാണ്. പ്രൊപ്പോർഷൻ, അതായത് നമ്മൾ പേഴ്സൻറ്റേജിലൂടെയല്ല, പ്രൊപ്പോർഷനായിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഈ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. സോൾവൻസി റേഷ്യോ ഈസ് ഇക്വൽ ടു ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്. ഇതിലെന്താണ് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് പ്ലസ് ടോട്ടൽ നോൺ കറൻറ്റ് അസറ്റ്സ്, അതായത് ഫിക്സഡ് അസറ്റും കറൻറ്റ് അസറ്റും ആണ് ടോട്ടൽ അസറ്റ്സ്. ഇനി ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ഡെറ്റ് പ്ലസ് കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, സോ ഈ സോൾവൻസി റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? ദിസ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ സോൾവൻസി ഓഫ് ദി ഫേം. അതായത് ലോങ് ടേം സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റേഷ്യോ ആണ്. ഇനി ഈ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റീസും എത്ര പ്രൊപ്പോർഷനിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് ദ ടോട്ടൽ അസറ്റ്സ് ആർ മോർ ദാൻ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, നമ്മൾ ടോട്ടൽ ലയബിലിറ്റീസിനേക്കാളും ടോട്ടൽ അസറ്റ്സ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ദ ഫേം ഈസ് ട്രീറ്റഡ് ആസ് സോൾവെൻറ്റ്. ഓക്കെ, so there is no difficulty in paying off its outside liabilities out of the assets because the assets are more than outside liabilities. So അവിടെ നമ്മൾ സേഫ് ആണ്, സോൾവെൻ്റ് ആണ് എന്നുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സോൾവൻസി റേഷ്യോ നമ്മളിനി എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോൾവൻസി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് സോൾവൻസി ഓഫ് ദി ബിസിനസ്. സോ അതുകൊണ്ട് ഹയർ സോൾവൻസി റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന എന്താണ്? സോൾവൻസി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആർ സ്ട്രോങ്. അതായത് ഹയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ റേഷ്യോ എങ്ങനെയാണ്? ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്സ് ആണ്. സോ ഹയർ റേഷ്യോ ആവുക എപ്പോഴാണ്? ടോട്ടൽ ഡെറ്റ്സിനേക്കാളും ടോട്ടൽ അസറ്റ്സ് കൂടുമ്പോൾ. ആ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടോട്ടൽ ഡെറ്റ്സ് കുറവും ടോട്ടൽ അസറ്റ്സ് കൂടുതലും ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സിഗ്നലാണ്. ഇഫ് ദ റേഷ്യോ ഈസ് മോർ ദാൻ 1, the lenders can breathe a free air as their investment is strong. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രോങ് ആണ് എന്നുള്ള ഒരു സേഫ് ആണ്, സ്ട്രോങ് ആണ് എന്നുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷനിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതാണ് ഈ റേഷ്യോൻ്റെ ഇൻ്റർപ്രിറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേസമയം ലോവർ ആണ് എന്നുണ്ടെങ്കിൽ, ലോവർ സോൾവൻസി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സോൾവൻസി ആൻഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആർ വീക്ക്. സോ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനി അത് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്. അതായത് സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐറ്റംസ് അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ, കറൻറ്റ് അസറ്റ്സ് തന്നിട്ടുണ്ട്, കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ട്, 8% ഡിബെഞ്ചേഴ്സ് ഉണ്ട്, മോർട്ട്ഗേജസ് ഉണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? സോ സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്, നമ്മളുടെ ഇക്വേഷൻ എന്താണ്? സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്സ്. സോ ഇവിടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റ്സും കറൻറ്റ് അസറ്റ്സും. അതായത് ഇവിടെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ട് 6 lakh പ്ലസ് കറൻറ്റ് അസറ്റ്സ് 3 lakh. സോ ടോട്ടൽ 9 lakhs ആണ് ടോട്ടൽ അസറ്റ്സ് ആയിട്ട് വരുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ലയബിലിറ്റീസ് ഒരു ഡെറ്റാണ്, 8% ഡിബെഞ്ചേഴ്സ് ഒരു ലോങ് ടേം ഡെറ്റാണ്, മോർട്ട്ഗേജസ് ഒരു ലോങ് ടേം ഡെറ്റാണ്. സോ 1,75,000, 2 lakh പ്ലസ് 2,25,000, ടോട്ടൽ നമുക്ക് 6 lakh കിട്ടും.
സോ 9 lakhs ഡിവൈഡഡ് ബൈ 6 lakh, ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1.5:1. ഓക്കെ, സോ 1.5:1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ കമ്പനി ഈസ് സോൾവെൻറ്റ് ബിക്കോസ് ദ അസറ്റ്സ് ആർ സഫിഷ്യൻ്റ്ലി മോർ ദാൻ ലയബിലിറ്റീസ്, ദെർഫോർ ദ കമ്പനി ഈസ് ഫിനാൻഷ്യലി സൗണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് സോൾവൻസി റേഷ്യോ. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോൾവൻസി റേഷ്യോൻ്റെ ബെനിഫിറ്റ് ഇതാണ്. അതായത് ടോട്ടൽ അസറ്റും ടോട്ടൽ ഡെറ്റും തമ്മിലുള്ള പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ദ നെക്സ്റ്റ് റേഷ്യോ ആണ് സ്ട്രക്ചറൽ റേഷ്യോസിൽ വരുന്ന നാലാമത്തെ റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. സോ ഈ റേഷ്യോയിൽ തന്നെ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. കാരണം ഫിക്സഡ് അസറ്റും പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ റേഷ്യോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇക്വേഷൻ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. സോ ഈ ഒരു റേഷ്യോ കാണുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത് the extent to which the shareholders' funds are invested in the fixed assets. We can understand the extent to which the shareholders' funds are invested in total assets. ഇവിടെ നോക്കുക, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ് ഡിനോമിനേറ്റർ ആയിട്ടുള്ളത്. സോ എത്രത്തോളം പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ജനറലി ഫിക്സഡ് അസറ്റ്സ് ഷുഡ് ബി പർച്ചേസ്ഡ് ഔട്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. പക്ഷേ എത്രത്തോളം നമ്മൾ ആക്ച്വലി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ പറയുക? ഇഫ് ദ റേഷ്യോ ഈസ് മോർ ദാൻ 1, അതായത് ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫിക്സഡ് അസറ്റ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, അതായത് പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ടിനേക്കാളും ഫിക്സഡ് അസറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഹാവ് ബീൻ യൂസ്ഡ് ടു എക്വയർ എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, അതായത് പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് മുഴുവൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു, പക്ഷേ എന്നിട്ടും ഫിക്സഡ് അസറ്റ്സ് കുറച്ച് ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ ആ ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ഏത് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്? ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ട്, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇഫ് ദ റേഷ്യോ ഇസ് ലെസ് ദാൻ 1 ആണെന്ന് നോക്കുക. ഒന്നിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫിക്സഡ് അസറ്റ് കുറവും പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് കൂടുതലും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് മുഴുവനായിട്ടും നമ്മൾ ഫിക്സഡ് അസറ്റ് മുഴുവൻ വാങ്ങിച്ചിരിക്കുന്നത് ഏത് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്? പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്. All the fixed assets are purchased out of proprietors fund and a part of the proprietors fund is invested in the working capital. ഒരു പാർട്ട് മാത്രമേ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റേഷ്യോ ലെസ് ആവുകയാണ് ഇവിടെ അഭികാമ്യം. കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ട് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്ത റേഷ്യോ ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടു ഫിക്സഡ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ വേറെയാണ്, അതേസമയം ഫിക്സഡ് അസറ്റ് റേഷ്യോ വേറെയാണ്. ഈ ഫിക്സഡ് അസറ്റ് റേഷ്യോ നമ്മൾ പറയുന്നത് ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഓൾ ഫിക്സഡ് അസറ്റ്സ് മസ്റ്റ് ബി ഫിനാൻസ്ഡ് ഔട്ട് ഓഫ് ലോങ് ടേം ഫണ്ട്സ്. ദാറ്റ് ഈസ് ഷോർട്ട് ടേം ഫണ്ട്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോങ് ടേം ഫണ്ട് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ പാടുള്ളൂ. അതേസമയം ഷോർട്ട് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കറൻറ്റ് ലൈബിലിറ്റി, അതുപോലെ ബിൽസ് പേയബിൾ, അങ്ങനെയുള്ള ഷോർട്ട് പീരീഡിലേക്കുള്ള ഫണ്ടുകളൊന്നും നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. കാരണം ഷോർട്ട് ടേം ഫണ്ട്സ് എന്ന് പറയുമ്പോൾ 1 ഇയറിന് താഴെയാണ് അതിൻ്റെ പീരീഡ് ഉള്ളത്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മോർ ദാൻ 1 ഇയർ ആണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഒരു 10 ഇയേഴ്സോ 15 ഇയേഴ്സോ ഒക്കെ ആയിരിക്കും ഫിക്സഡ് അസറ്റിൻ്റെ ലൈഫ്. സോ ഷോർട്ട് ടേം ഫണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കരുത്. ഷോർട്ട് ടേം ഫണ്ട് എന്തിനു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ദേ ഷാൾ ബി യൂസ്ഡ് ഓൺലി ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഇങ്ങനൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫിക്സഡ് അസറ്റ് റേഷ്യോ നമ്മൾ പറയുന്നത്. അതായത് ഫിക്സഡ് അസറ്റ് റേഷ്യോയിലൂടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള പ്രൊപ്പോർഷൻ. അതായത് എത്രത്തോളം ഫണ്ട് ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ലോങ് ടേം ഫണ്ട്സ് യൂസ് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്. സോ ഇതിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കൺഫ്യൂഷനാണ്, നമ്മൾ ഫിക്സഡ് അസറ്റിൽ പെടുമോ കറണ്ട് അസറ്റിൽ പെടുമോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫിക്സഡ് അസറ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദെൻ ലോങ് ടേം ഫണ്ട്. ലോങ് ടേം ഫണ്ട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിൽ ലോങ് ടേം ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അത് പല സ്ഥലത്തും നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നെറ്റ്വർത്തും പറയുന്നത് പോലെ ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന വേറെ പേരാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. സോ എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക? അതിന് ഒന്നുകിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടേം ലയബിലിറ്റീസ്, അതായത് ലയബിലിറ്റി സൈഡിൽ വന്നിരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോങ് ടേം ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലസ് കറൻറ്റ് ലയബിലിറ്റി മൈനസ് കറൻറ്റ് ലയബിലിറ്റി കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ലോങ് ടേം ഫണ്ട് കിട്ടും. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 2 ഇക്വേഷൻസും ഇവിടെ പറയാനുള്ള കാരണം ചില പ്രോബ്ലത്തിൽ നമുക്ക് ഹിഡൻ ഐറ്റംസ് ആയിട്ട് തരുമ്പോൾ ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ആണോ തന്നിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, കറൻറ്റ് അസറ്റ്, കറൻറ്റ് ലയബിലിറ്റി ഒക്കെയാണ് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ലോങ് ടേം ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസ് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ ഐറ്റംസ് ഒന്നും നമുക്ക് തന്നിട്ടുണ്ടാവില്ല. സോ നമുക്ക് എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ 2 ഇക്വേഷൻസും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് ടേം ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻസ് ആണ്. സോ ഈ ഫിക്സഡ് അസറ്റ് റേഷ്യോ പറയുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 66/2/3% ആണ്. അതായത് 0.67:1. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? ലോങ് ടേം ഫണ്ട് 1 ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ 67% വാങ്ങിക്കണം, അല്ലെങ്കിൽ 66/2/3%. അത്രയാണ് മാക്സിമം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിലും കൂടുതലായിട്ട് വാങ്ങിക്കേണ്ട. ദെൻ എന്താണ് ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് യൂസ്ഡ് ടു നോ ഹൗ ദ ഫിക്സഡ് അസറ്റ്സ് ആർ ഫിനാൻസ്ഡ്. ഫിക്സഡ് അസറ്റ്സ് എങ്ങനെയാണ് ഫിനാൻസ് ചെയ്തത്, ലോങ് ടേം ഫണ്ട് എന്നാണോ ഫിനാൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.67:1 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 0.67:1 കൂടുതലായിട്ടുണ്ടോ കുറവായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ 1:1 വരെ ആവാം. പക്ഷേ ഒരിക്കലും 1:1 കൂടുതലാവാൻ പാടില്ല. ഇറ്റ് നെവർ എക്സീഡ്സ് 1:1. എന്താണെന്ന് വെച്ചാൽ 1:1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻറ്റയർ ഫിക്സഡ് അസറ്റ്സ് ഹാവ് ബീൻ പർച്ചേസ്ഡ് ഔട്ട് ഓഫ് ലോങ് ടേം ഫണ്ട്. ഓക്കെ, ലോങ് ടേം ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് മുഴുവൻ ഫിക്സഡ് അസറ്റും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇഫ് ദ റേഷ്യോ ഇസ് മോർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ലോങ് ടേം ഫണ്ടിനേക്കാളും കൂടുതലാണ് ഫിക്സഡ് അസറ്റ്. അതായത് ലോങ് ടേം ഫണ്ട് ഉള്ളത് മുഴുവനും നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ ഉപയോഗിച്ചു, എന്നിട്ടും നമുക്ക് ഫിക്സഡ് അസറ്റ് കുറച്ചുകൂടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഷോർട്ട് ടേം ഫണ്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അതായത് എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ് ഹാവ് ബീൻ ഫിനാൻസ്ഡ് ഔട്ട് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിൻസിപ്പിളിന് എതിരാണ്. കാരണം നമ്മുടെ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്? ഫിക്സഡ് അസറ്റ് ലോങ് ടേം ഫണ്ട് യൂസ് ചെയ്തിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. So this will affect the working capital position and it may create problems in the long run. സോ ഈ ഒരു ഫിക്സഡ് അസറ്റ് റേഷ്യോൻ്റെ കേസിൽ ഹയർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല. കാരണം ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് ഗുഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ലോവർ റേഷ്യോ കുറഞ്ഞു വരികയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാരണം ബെറ്റർ ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മൾ പ്രിൻസിപ്പിളിന് വിരുദ്ധമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ ഇവിടെ സിഗ്നിഫിക്കൻസ് സ്റ്റാൻഡേർഡ് ഫിക്സഡ് റേഷ്യോ പിന്നെ മറക്കാതെ ഓർമ്മിച്ച് വയ്ക്കുക, 0.67:1. ഇറ്റ് നെവർ എക്സീഡ്സ് 1:1. സോ ഇത് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. സോ ഹിയർ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ്, 6% debentures, reserve and surplus, current liabilities, fixed asset and current assets. സോ ഈ ഐറ്റംസിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം.
സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഫിക്സഡ് അസറ്റ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ഓക്കെ, സോ ഇതിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? ഫിക്സഡ് അസറ്റ്സ് വരുന്നത് 7,50,000 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. വേറെ ഫിക്സഡ് അസറ്റ്സ് ഒന്നുമില്ല. സോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സും തന്നിട്ടില്ല. സോ അതുകൊണ്ട് ഈ 7,50,000 ആണ് നമുക്ക് നോമിനേറ്ററായിട്ട് വരുന്നത്. 7,50,000. ദെൻ ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേതൊക്കെയാണ് ലോങ് ടേം ഫണ്ട്സ് ആയിട്ട് വരുന്നത്? അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ്. നമ്മൾ രണ്ട് തരത്തിലുള്ള ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഐറ്റംസ് തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ്, 6% ഡിബഞ്ചേഴ്സ്, ദെൻ റിസർവ് ആൻഡ് സർപ്ലസ്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ലോങ് ടേം ഫണ്ടിൽ വരുന്നതാണ്. കറണ്ട് ലൈബിലിറ്റി അതിൽ വരില്ല. സോ ഇത്രയും ഐറ്റംസ് ആണ് ലോങ് ടേം ഫണ്ടായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 6 lakh കിട്ടും. ഓക്കെ, സോ ഈ 6 lakh ആണ് നമുക്ക് ലോങ് ടേം ഫണ്ട് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ 7,50,000 ഡിവൈഡഡ് ബൈ 6 lakh 1.25:1 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് 125% നമ്മൾ എന്തിന് യൂസ് ചെയ്ത്? ഈ ഫിക്സഡ് അസറ്റ് റേഷ്യോ. സോ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ടോട്ടൽ ലോങ് ടേം ഫണ്ടും മുഴുവനായിട്ട് 6 ലക്ഷം മുഴുവനായിട്ടും നമ്മൾ എന്തിനു ഉപയോഗിച്ചു? ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ടും നമുക്ക് ബാക്കി 1,50,000 ഫിക്സഡ് അസറ്റും കൂടെ ബിസിനസ്സിലുണ്ട്. ആ 1,50,000 നമ്മൾ എങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്? എന്ത് യൂസ് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്? ഷോർട്ട് ടേം ഫണ്ട്സ് യൂസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അത് നമ്മളുടെ പ്രിൻസിപ്പളിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ പൊസിഷൻ ഗുഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയാം. അപ്പോൾ ഇൻ്റർപ്രിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക? ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് മോർ ദാൻ 1. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ് ഹാവ് ബീൻ ഫിനാൻസ്ഡ് ഔട്ട് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. This is against the sound accounting principle. As a result of this, the working capital position becomes very critical. Okay, so the company has negative working capital എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറവായിരിക്കും. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണാനുള്ള റേഷ്യോ ഉണ്ടല്ലോ, അതായത് കറൻറ്റ് അസറ്റ്സ് കറൻറ്റ് ലൈബിലിറ്റി തമ്മിലുള്ള പ്രൊപ്പോർഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? 1:1 ആണ്. പക്ഷേ ഇവിടെ നോക്കുക, കറൻറ്റ് അസറ്റും കറൻറ്റ് ലൈബിലിറ്റിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ 1,50,000 3 lakh ആണുള്ളത്. അതായത് 0.5:1 ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അതും നമ്മൾ ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറൻറ്റ് അസറ്റും കറൻറ്റ് ലൈബിലിറ്റിയും തമ്മിലുള്ള കറൻറ്റ് അസറ്റ് എത്രയാണ്? 1,50,000 3 lakh ആണ്. അതായത് 0.5:1 ആണ്. 0.5:1 ആണ് ഇവിടെ പ്രൊപ്പോർഷൻ ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? കറൻറ്റ് റേഷ്യോ 1:1 എന്ന് വേണം എന്നുള്ളതാണ്. അതായത് ഇവിടെ ലിക്വിഡിറ്റി പൊസിഷൻ വീക്കാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷനിലല്ല എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഈ പ്രോബ്ലത്തിൽ പറയാനുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ 2 ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഈ 2 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാൻ. ഒന്നുകിൽ പിന്നെ അതായത് ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ്, 6% ഡിബഞ്ചേഴ്സ്, റിസർവ് ആൻഡ് സർപ്ലസ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വേറെ ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലൈബിലിറ്റി. ഓക്കെ, ആ ഇക്വേഷൻ ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഫിക്സഡ് അസറ്റ് 7,50,000 ആണ്. 7,50,000 പ്ലസ് കറൻറ്റ് അസറ്റ്സ് 1,50,000 ആണ്. ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 9 lakhs കിട്ടും. ഈ 9 lakhsൽ നിന്നും നമ്മൾ പിന്നെ കറൻറ്റ് ലൈബിലിറ്റി 3 lakh ആണുള്ളത്. 3 lakh മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 6 lakh കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 lakh തന്നെയാണ്, ഇപ്പോഴും 6 lakh. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചു വയ്ക്കണം. കാരണം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ ഐറ്റംസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് 2 ഇക്വേഷൻസും മറക്കാതെ പഠിച്ചു വയ്ക്കാം. ഓക്കെ.